പഞ്ചവർണ്ണ കിളിപാലൻ തലർവെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി. ഇവിടെ എന്തോരം കൊതുകാടി. അതെങ്ങനെയാണ് ആ ബക്കറ്റിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കണല്ലേ? അതൊക്കെ എടുത്തൊന്ന് കളഞ്ഞൂടെ എന്റെ ലച്ചു? വെറുതെ ഇരിക്കല്ലേ മനുഷ്യ, അത് എടുത്തിട്ട് കളഞ്ഞൂടെ? അതെങ്ങനെയാണ്? നിന്റെ സ്വഭാവവും കൊതിന്റെ സ്വഭാവവും ഒന്ന് തന്നെയല്ലേ? എന്തോ ഉദ്ദേശിച്ചത്? മനുഷ്യന്റെ ചോര കുടിക്കുക, അല്ലാണ്ട് എന്താ? എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. അനു കളിച്ചത് മതി, കേറി പോയേ. അമ്മാമ്മേ, ഞാൻ ഇച്ചിരി നേരം കൂടെ കളിച്ചോട്ടെ? വേണ്ട, മതി കളിച്ചത്. എടി അത് കുറച്ചു നേരം കൂടി ഒന്ന് കളിച്ചോട്ടെ. അതിന് കളിക്കാനുള്ള അനുവാദം ഒന്ന് കൊടുക്കേ. അല്ലെങ്കിലും ഈ അമ്മാമ്മ കൊള്ളൂല. അതെ, നല്ലത് പറഞ്ഞ ഈ അമ്മാമ്മ കൊള്ളത്തില്ല. ബെസ്റ്റ്. 10-32 കൊല്ലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യാ കൊച്ചു പറഞ്ഞത്. രാവിലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതട്ടെ മനുഷ്യ. കുഞ്ചാക്കോന് ശാലിനി നിക്കണോക്കി മതിടാ. എന്തിനാ രാവിലെ രണ്ടും കൂടി കുറ്റിയം പറിച്ച് ഇങ്ങനെ ഇറങ്ങിയേക്കണേ? നിങ്ങളുടെ മോൻ വിളിച്ചിട്ട് വന്നാണ്, ഒരു വണ്ടി റെന്റ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്തിന്? അവൻ എന്താണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്നാ അല്ലേ? മീറ്റിംഗ്. എന്ത് മീറ്റിംഗ് ആടാ? അതൊന്നും പറഞ്ഞില്ല, വരാൻ പറഞ്ഞു വന്ന്. ദേവന്നല്ല? വന്നല്ല. നിങ്ങൾ വന്നോ? എന്നാ പോവാ. പോട്ടെ. കപ്പിൾസ്. ആ മക്കളെ, അങ്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. സ്റ്റെല്ല എന്തി? മോളെ സ്റ്റെല്ലേ, നിന്റെ കൂട്ടുകാരികൾ വന്നേക്കണ. കേറി കേറി. എടാ, നമ്മുടെ സന്ദീപിന്റെ വല്ല വിവരമുണ്ടോ? അവൻ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടപ്പേണ്ടത്, അത് അങ്ങനെ ഒരു മണ്ടൻ. എന്താ മക്കളൊരു തമാശ, അമ്മയും കൂടി കേക്കട്ടെ. ഓ, അമ്മ കേക്കാൻ മാത്രമൊന്നും ഇല്ല. ആഹാ, മക്കളുടെ എടുത്തു കൊടുക്കടി കഴിക്കാനായിട്ട്. കഴിക്കടോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് കേട്ടാ, ഞാൻ പോട്ടെ അടുക്കളയിലേക്ക്. മക്കൾ കഴിക്കേ. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ, എന്താടാ ഇങ്ങനെയൊക്കെ പോകുന്നു. പുള്ളിക്കാരന് ജോലി വല്ലതായോ? കാശൊക്കെ കൊണ്ടുവരുന്നുണ്ട് ചെറുതായിട്ട്. ആഹാ, അപ്പൊ ബർത്ത്ഡേ ഒക്കെ അടിച്ചു വിളിച്ചിട്ടുണ്ടാവൂല? ഓ, എന്തടിച്ചോളി, ഒന്നും ഉണ്ടായില്ല. എന്ത് ദാരിദ്ര്യോടെ അയാൾ ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചു തന്നില്ലേ? ബെസ്റ്റ്. പിന്നെ ഇപ്പൊ കുടിക്കണുണ്ടോ? എന്താ? അമ്മ. ആ, പിന്നെ എന്ത് പറയാൻ, ഇങ്ങനെയൊക്കെ പോണ്. കുടിക്കണുണ്ടാന്നിപ്പ? മാസത്തിലൊരിക്കലൊക്കെ. ആദ്യം മാസത്തില്, പിന്നെ ആഴ്ചയില്, പിന്നെ ദിവസവും, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലട്ടാ. ഇപ്പോഴേ പിടിച്ചോ, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ബുദ്ധിമുട്ടാവും. പറഞ്ഞേക്കാ. പണ്ടത്തെ പോലെ വഴക്കൊക്കെ ഉണ്ടാ? ഓ, ഏത് വീട്ടിലാ ഇപ്പൊ വഴക്കൊന്നും ഇല്ലാത്തത്? അതുപോലെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. വഴക്കിട്ടാലും ഇച്ചാനെ ഭയങ്കര ഇഷ്ടാന്നേ. നീ ഇങ്ങനെ മണ്ടിയായിട്ട് ഇരുന്നോ? ഈ കൂട്ടുകെട്ടായിട്ടാണ് എല്ലാത്തിനും കാരണം. ഈ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്ന തന്നെ ഈ കൂട്ടുകാരന്മാരാണ്. അതൊക്കെ ഒന്ന് സൂക്ഷിക്ക്. ഇപ്പോഴേ സൂക്ഷിക്കണതെല്ലാം നല്ലതിനാണ്, അത്രേ പറയാനുള്ളൂ. അല്ല, നമുക്കിറങ്ങിയാലോ? സിനിമക്ക് നേരായി. നീ വണ്ട? ഇല്ലടാ, ഞാൻ സിനിമയ്ക്കൊന്നും പോവാറില്ല ഇപ്പൊ, കല്യാണം കഴിഞ്ഞ. ബെസ്റ്റ്. വല്ലപ്പോഴൊക്കെ ടിവിയില് സീരിയൽ കാണും. ഞങ്ങൾ പോയി ഇറങ്ങട്ടെ. അമ്മ പോവാ. കഴിച്ചിട്ട് പോയാ മതി. ഇല്ല, വേണ്ട, കഴിച്ചിട്ട് പോവാന്ന്. പോട്ടെ. ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കോണേ. ശരി എന്നാ. ബൈ.